അലോട്ട്മെന്റ് വന്ന് ടെൻഷൻ വേണ്ട, ഫ്രീ ആവുമ്പോഴൊക്കെ നമുക്ക് ഒരുമിക്കാം. അങ്ങനെ അവർ +2 എക്സാം എഴുതുകയാണ്. മോളെ, നിന്നെ ഒരാൾ നാളെ പെണ്ണ് കാണാൻ വരുന്നു. എന്താ ഉമ്മ, എനിക്ക് പഠിക്കണ്ടേ? കല്യാണം കഴിഞ്ഞാലും പഠിക്കാമോ? എന്നെ നിനക്കിഷ്ടായോ? എനിക്ക് നിങ്ങളെപ്പോലെ പഠിക്കാനൊന്നും ഭാഗ്യമില്ല. എൻ്റെ വീട്ടുകാരെൻ്റെ കല്യാണം ഉറപ്പിച്ചു. അടുത്ത മാസം 16-നാണ് എൻ്റെ കല്യാണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഞങ്ങൾ എന്തായാലും നിൻ്റെ കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാ, അന്ന് കാണാം. നല്ലതോ? ഇനി ഇതാണ് നിന്റെ വീട്, ഞാനാണ് നിന്റെ ഫ്രണ്ട്. എല്ലാട്ടോ, നിനക്ക് എല്ലാം എന്നോട് പറയാം. എനിക്ക് വയ്യ മോളെ. നിനക്കിവിടെ ബോറടിക്കുന്നുണ്ടോ? നിന്റെ വീട്ടിലെ പോലെ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് വേണേ പുറത്തൊക്കെ പോയി വരാട്ടോ. നിനക്കവിടെ സുഖമല്ലേ മോളെ? പണിയുള്ളപ്പോഴാണ്. ഇപ്പോഴാണോ എഴുന്നേക്കണത്? തൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടതാവുമല്ലേ ഇതൊക്കെ? പുറത്തേക്ക് നോക്കൂ, മഴ വരുന്ന കാണൂ. നില്ലേ, വിറകൊക്കെ പെട്ടെന്ന് എടുത്തു വെക്കണം. അത് കഴിഞ്ഞ് കുറേ അലക്കാനുണ്ട്. തീരുമ്പോ പണിതരാൻ ഞാനെന്താ കുപ്പീന്ന് വന്ന ഭൂതമാണോ? ഓ, ക്ഷീണിച്ചു. നാളെ ഇക്ക ഗൾഫിലേക്ക് തിരിച്ചു പോവല്ലേ. എനിക്ക് നേരാവണ്ണം ഇക്കാനെ സംസാരിക്കാൻ പോലും കിട്ടാറില്ല. ഇക്ക എപ്പോഴും ഫ്രണ്ട്സിന്റെ കൂടെ പുറത്താണ്. നീ സങ്കടപ്പെടണ്ട, ഞാൻ ഉടനെ വരാലോ. നീ ഉമ്മ പറയുന്നതൊക്കെ കേട്ടോണം കേട്ടോ. ഫോണിൽ കുറുകാൻ നിൽക്ക. മോനെ, നിനക്ക് സുഖമല്ലേ? അവളിവിടുണ്ട്, അവൾ ഉറങ്ങാണ്. എപ്പോഴും ഉറക്കം തന്നെയല്ലേ? നിന്റെ അനിയന്റെ കല്യാണം വരുന്നുണ്ട്. നല്ല പണമുള്ള വീട്ടിലെ കുട്ടിയാണ്. ഇവിടെ ബന്ധുക്കളെല്ലാവരും വരും. നീ പുറത്തേക്കെങ്ങാനും വരരുത്. ഇത്രയും നാടൻ പെൺകുട്ടിയായ നീ അടുക്കളയിൽ മൂലയിലെങ്ങാനും നിന്നാ മതി, കേട്ടല്ലോ. ഇത്താ, എന്റെ ഫ്രണ്ട്സ് എല്ലാരും വരും, നീ കേട്ടില്ലേ? അവര് വരുമ്പോഴത്തേക്കും വായ്ക്കു രുചിയുള്ള വല്ലതും ഉണ്ടാക്കൂ. എൻ്റെ മകൻ പറഞ്ഞിരുന്നു നിങ്ങൾ വരുമെന്ന്. അതാരാണ്? അതിവിടെ അടുത്തുള്ളതാണ്. ഇവിടെ വീട്ടുജോലിക്ക് വരുന്നതാണ്. ഭക്ഷണം കഴിച്ചോളൂ. നാളെ ഓഡിറ്റോറിയത്തിലേക്ക് നേരത്തെ എത്തണേ. നിങ്ങളുടെ മൂത്ത മരുമോൾ എവിടെ? അവൾ അവൻ്റെ കൂടെ ഗൾഫിലാണ്. ഭാഗ്യമുള്ള കുട്ടിയാണ്. ഇവിടെ ബന്ധുക്കളുടെ കണ്ണിലൊന്നും പെടാതെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോണം. നീ എന്തിനാ കിച്ചണിൽ വന്നത്? ഫുഡ് കഴിക്കാൻ ഡൈനിങ് ഹാളിൽ ഇരുന്നാൽ മതി. അങ്ങോട്ട് കൊണ്ടുവരാലോ. റൂബി, നിങ്ങളാരാ? ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഓ, ഇവിടെ ഇരുന്നോളൂ. അവൾക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഓ, ഇങ്ങോട്ടെന്തിനാ എഴുന്നള്ളിയത്? മനുഷ്യനെ നാണം കെടുത്താന്. അവരിപ്പോ പോവും ഉമ്മ. അവർക്ക് ഞാൻ ഈ ചായ കൊടുക്കട്ടെ? ഞങ്ങൾ പോവാണ്. ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ടടി.
ഉമ്മ പറയുന്നത് കേട്ട് നിങ്ങൾ വിഷമിക്കല്ലേ. എന്താ ഇവരിങ്ങനെ റൂബി? നിങ്ങളൊന്നും മനസ്സിൽ വെക്കല്ലേ ഉമ്മ, അങ്ങനെയാണ്. നീ ഇത്ര പ്രശ്നത്തിലായിരുന്നോ റൂബി? റൂബി എന്നാ പേരല്ലേ? അതെ. ഇവിടെ ഉമ്മ ഇയാളോട് പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഇതൊക്കെ സഹിച്ച് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്നല്ലേ ഇയാള് ഗാർഡനിട്ട് ഇവിടെ കിന്നാരിച്ച് നിൽക്കണോ? എന്താടി നോക്കി നിൽക്കണ? നിങ്ങൾ പുറത്തേക്ക് പോകണു. നിങ്ങൾക്ക് വല്ലതും വാങ്ങണോ? വേണ്ട മോളെ, നിങ്ങൾ പൊയ്ക്കോ. നീ പോയി ആ ജോലിക്കാർക്ക് ഫുഡ് കൊടുത്തേക്ക്. ഉമ്മ, ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ട്. റൂബിയെയും കൊണ്ട് പോകാൻ കരുതുന്നത്. അവളെ ഞങ്ങൾ കൊണ്ടുപോട്ടെ? വേണ്ട. ചെറിയ മരുമകൾക്ക് പഠിക്കാൻ പോകാനൊക്കെ ഉള്ളതാണ്. വീട്ടിലിവിടെ ആരാ ഉള്ളത്? മോളെക്കുറിച്ച് എനിക്ക് നല്ല ആശങ്കയുണ്ട്. നമുക്ക് ട്രിപ്പ് കഴിഞ്ഞിട്ട് അവളോട് സംസാരിക്കാം. അതെ, അത് തന്നെ നല്ലത്. എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇവളെ ഒറ്റപ്പെടുത്തരുത്. എനിക്കിവളെ കുറച്ച് ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. പാവം, ഇവൾ ആ വീട്ടിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്. ഞാൻ പോകുന്നു. ഒരു സഹോദരനായി എന്നെ കണ്ടോളൂ. ആവശ്യം വന്നാൽ വിൽക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ ചെറുക്കൻ അവളുടെ കാമുകനാണ് മോനെ. അങ്ങനെ അരുതാതൊന്നും പറയല്ലേ. നിക്കൂ. ഇക്ക, ഞാനില്ലാത്ത സമയം നീ എന്തെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇനി എന്നെ മേലിൽ വിളിക്കരുത്. ഇതാവും ഞാൻ വിളിച്ചാൽ പോലും നീ ഫോൺ എടുക്കാഞ്ഞല്ലേ. വാ മോനെ, നമുക്ക് പോവാം. നീ ഇവളെക്കുറിച്ച് മറന്നേക്ക്. എന്തിനാ അല്ലാഹു എന്നെ മാത്രം നീ ഒറ്റപ്പെടുത്തിയത്? എന്റെ ഉമ്മ, ഉപ്പ, കൂടപ്പിറപ്പുകൾ എല്ലാരും നീ കൊണ്ടുപോയില്ലേ? സോറി, നിന്റെ ഭർത്താവ് നിന്നെ കുറ്റപ്പെടുത്തിയല്ലേ? ഇല്ല, അങ്ങനെ പറയല്ലേ. നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടേനെ. നീ ഇവിടെ ഇനി തനിച്ചിരിക്കണ്ട. ഞാൻ ഈ അവസ്ഥയിൽ നിന്നോട് പറയാൻ പാടുണ്ടോ അറിയില്ല. എന്നാലും നീ ഇവിടുന്ന് പോകണം. ഞാനൊരു വീട്ടിൽ നിന്നെ ആക്കി തരട്ടെ. അവിടെ പ്രായമുള്ളൊരു ഉമ്മയും ഉപ്പയുണ്ട്. നല്ല മനുഷ്യരാണ്. അവർ കാണിച്ചിലാണ്. വരൂ, കയറിയിരിക്കൂ. നീ വിഷമിക്കണ്ട. നിന്റെ കാര്യങ്ങളൊക്കെ ഇവ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ കുഞ്ഞുങ്ങളൊന്നുമില്ല. ഇനി ഇത് മോളുടെയും കൂടെ വീടാണ്. എങ്കിൽ ഞാൻ പോകുന്നു. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിൽക്കാം. മോളെ, നിന്റെ പേരെന്താ? നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? മോളെ, നീ ഇനി മുതൽ ഈ റൂമിൽ കിടന്നോളൂ. ആദ്യം ഫ്രഷായി വന്നോളൂ. നമുക്ക് ഭക്ഷണം കഴിക്കാം. നല്ല ഐശ്വര്യമുള്ള കുട്ടിയല്ലേ? നമുക്കവളെ പഠിപ്പിക്കണം. പാവം കുട്ടി പഠിച്ചിട്ടൊന്നുമില്ല. +2 വരെ പഠിച്ചിട്ടുള്ളൂ. അവൾ ഒരുപാട് അനുഭവിച്ചു അല്ലേ? നിന്റെ ഇഷ്ടം പോലെ. പെട്ടെന്ന് റെഡിയാവും മോളെ. നമുക്കൊരിടം വരെ പോണം. എവിടേക്കാണ്? അതൊക്കെ പറയാം. നീ പോയി റെഡിയാവൂ. ഇത് നമ്മുടെ കോളേജ് തന്നെയാണ്. ഇനി നീ ഇവിടെ പഠിക്കാൻ പോവാന്ന്. നീ കുറച്ച് നല്ല മോഡേൺ ഡ്രസ്സൊക്കെ എടുത്തോ. ഇനി മുതൽ കോളേജിൽ പോവാനുള്ളതാണ്.
എൻ്റെ മോനെ മോനെ കല്യാണത്തിന് വേണ്ടിയാണ് നല്ല ഡ്രസ്സൊക്കെ നോക്ക്. പറ്റി മോളെ, ഡ്രസ്സ് ഇഷ്ടായില്ലേ? എന്തേലും പ്രശ്നമുണ്ടോ? എങ്കിൽ നമുക്ക് പോവാട്ടോ. നീ എന്തിനാ വിഷമിക്കുന്നത് മോളെ? പഴയതൊന്നും ഓർക്കരുത്. നാളെ മുതൽ നീ പുതിയ ഒരാളായി കോളേജിൽ പോകണം. നന്നായി പഠിക്കണം. സുന്ദരിയായല്ലോ. കോളേജ് ഫസ്റ്റ് ഡേ അല്ലേ? ആരാടാ? ന്യൂ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. മോളെ, നാളെ നമുക്കൊരു ഫാമിലി പാർട്ടി ഉണ്ട്. നീ ഈ ഡ്രസ്സ് ഇട്ടോളൂ. പപ്പ നിനക്ക് വേണ്ടി വാങ്ങിയതാണ്, ബ്ലാക്ക് ഗൗൺ. മോളെ പോവാം. ചാച്ചി, എന്തുണ്ട് വിശേഷം? ഇതാരാണ്? പപ്പാ മമ്മ, ഇത് വന്ന് ടേസ്റ്റ് നോക്കാവോ? എന്താ മോളെ, നീ ഇതൊന്നും ഇവിടെ ചെയ്യണ്ട. കുളെ അടിപൊളി. എന്റെ മോൾ ഇത്ര നന്നായി കുക്ക് ചെയ്യോ? എൻ്റെ മകൻ്റെ മുൻഭാര്യ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയതാട്ടോ. ആ പെണ്ണിനെ ഞങ്ങൾ നല്ല പോലെ നോക്കിയതാ. എന്നിട്ടും നിങ്ങളെ ഈ മോളെ എൻ്റെ മോൻ കെട്ടിയാല് പൊന്നുപോലെ നോക്കും. ഓ, രണ്ടുപേരും എഴുന്നേറ്റ് വരുന്നില്ലല്ലോ. കിച്ചണിൽ ആരാ ഫുഡ് ഉണ്ടാക്കുക? വിശന്നിട്ട് വയ്യ. ഓ മോളെ, എഴുന്നേറ്റോ. എനിക്ക് രാവിലെ ഒരു കോഫി വേണം മോളെ, നീ ഒന്ന് കൊണ്ടുവരൂ. അമ്മ, ഞാൻ എൻ്റെ വീട്ടിൽ കിച്ചണിൽ കയറാറില്ല, എനിക്കത് പറ്റില്ല കേട്ടോ. ഫുഡൊക്കെ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാം. എനിക്ക് ഹോട്ടൽ ഫുഡ് പറ്റില്ല കേട്ടോ. എന്ന് ഉമ്മാക്ക് വേണ്ട ഫുഡ് ഉമ്മ തന്നെ ഉണ്ടാക്കിക്കോ. പപ്പാ മമ്മ, കോളേജിൽ പോവാട്ടോ. ഒറ്റയ്ക്കിരുന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ പ്രചോദനം നീയാണ്. സൂക്ഷിച്ചു പോണേ. ഉമ്മ, നീ എന്തിനായി ജോലിയൊക്കെ ചെയ്യുന്നേ? പിന്നെ ആര് ചെയ്യാനാ? എന്താടി, എന്തേലും എൻ്റെ ഉമ്മയെ സഹായിച്ചുകൂടെ? എന്തിനാ? കൈ നിറയെ പണവും പൊന്നും ഒക്കെ തന്നിട്ടല്ലേ എന്നെ കെട്ടിയത്. ഞാനിവിടെ പണിയെടുക്കാൻ വന്നതല്ല, എനിക്ക് പറ്റില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നെ കല്യാണം കഴിക്കാമോ? സങ്കടമുണ്ട്, ഞാൻ വിവാഹിതയാണ്. അറിയോ, അന്ന് നമ്മൾ പാർട്ടിയിൽ കണ്ടിരുന്നു. ഞാൻ ചാച്ചൻ്റെ വീട്ടിലേക്കാണ്. ഇയാളും അങ്ങോട്ടല്ലേ? വണ്ടി കയറിക്കോ. നോ, ഇയാള് പൊയ്ക്കോ, ഞാൻ വന്നോളാം. ഓക്കെ, എന്നാ ഇയാൾ വാ. ഇവളോട് ഞാൻ പറഞ്ഞതാ കാറിൽ കയറാന്, അവള് കയറിയില്ല. മോളെ, ഇതെൻ്റെ അനിയൻ്റെ മോനാണ് കേട്ടോ. ഇവനിങ്ങോട്ട് വരാറൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ വരുന്നതിൽ എനിക്ക് ചെറിയ ഡൗട്ട്. ഓക്കെ. ഇപ്പോൾ എങ്ങനെയുണ്ട്? എങ്ങോട്ടാ മക്കളെ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൈവസിയിൽ കൈ കടത്തേണ്ട. വേഗം വണ്ടി എടുക്കൂ, മെല്ലെ പിടിക്കൂ. ഇവരുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലേ? അവരെ വിളിക്കൂ. സോറി ഡോക്ടർ, അവരുടെ കൂടെ ആരുമില്ല. ഈ പേഷ്യൻറ്റിനെ നന്നായിട്ട് കെയർ ചെയ്യണം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, 6 മാസമായില്ലേ ഈ സ്റ്റേജിൽ കിടക്കുന്നു. ഇവരുടെ ബന്ധുക്കളെ ഇൻഫോം ചെയ്യാൻ വല്ല മാർഗവും നോക്കണ്ടേ? നോ, ഇവരിവിടെ കിടക്കട്ടെ. നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ നോക്കാം. പേഷ്യൻ്റ് നില ഗുരുതരമായി തുടരുകയാണ്. ഡോക്ടർ, ആ പേഷ്യന്റ് കണ്ണു തുറന്നു. റൂബി, സാരമില്ല, ടെൻഷൻ വേണ്ട, റിലാക്സ് ആവൂ. മോളെ, എന്നോട് ക്ഷമിക്കൂ. എൻ്റെ മോനീന്ന് അകറ്റിയത് ഈ തങ്കം പോലുള്ള നിന്നെയല്ലേ? റൂബി,
നോ, എനിക്ക് പഴുതൊന്നും ഓർക്കാൻ ഇഷ്ടമല്ല. ബട്ട് ഒരു കാര്യം, നിങ്ങളെ ഉമ്മയെ നന്നായി നോക്കണം. മോളെ, ഇനി കഷ്ടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിന്റെ 2 ഫ്രണ്ട്സിന്റെ കല്യാണമല്ലേ, ആ വേദിയിൽ തന്നെ നമുക്ക് നടത്തിയാലോ? ഒന്നോർക്കുക, നമ്മുടെ പെൺമക്കൾ ആരുടെയും അടിമകളല്ല. അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും പക്വതയും എത്തിയതിനു ശേഷം മാത്രം അവരെ വിവാഹം കഴിപ്പിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടമായാൽ കമന്റ് ചെയ്യണേ.